ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നടാൻ പറ്റിയ ഒരു 5 എക്സോട്ടിക് ഫ്രൂട്ടുകളെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഫ്രൂട്ടാണ്, അതിലൊന്നാണിത് തായ്പിങ് പേര. അത് അത്യാവശ്യം നല്ലോണം കായ്ഫലം കിട്ടുന്ന നല്ലോണം കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറിലാണ് വരിക. ഏകദേശം 400 ഗ്രാം മുതൽ 800 ഗ്രാം വരെ ഇതിൻ്റെ വെയിറ്റ് വരും. ഡിപ്പെൻസ് മണ്ണ് കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടൊക്കെ. അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് തായ്ലാൻഡ് പിങ്ക് പേരയ്ക്ക. ഒന്നാമതായി തായ് പിങ്ക് ഗുവ. വലിയ വലുപ്പമുള്ളതും നല്ല മധുരമുള്ളതുമായ പഴങ്ങൾ ലഭിക്കുന്ന ഒരു മികച്ച പേര ഇനമാണിത്. ശരിയായ പരിചരണം നൽകിയാൽ ഏകദേശം 8 മുതൽ 12 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ വിളവ് ലഭിക്കാൻ തുടങ്ങും. ഒരു പ്രായപൂർത്തിയായ മരത്തിൽ നിന്ന് വർഷത്തിൽ 50 മുതൽ 80 കിലോ വരെയും മികച്ച പരിപാലനത്തിൽ അതിൽ കൂടുതലും വിളവ് ലഭിക്കാം. വിപണിയിൽ നല്ല ഡിമാൻഡും വിലയും ലഭിക്കുന്നതിനാൽ വീട്ടുവളപ്പിലും വാണിജ്യ കൃഷിക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു ഇനമാണിത്. തായ് പിങ്ക് ഗുവ നടാൻ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് മണ്ണിൽ ഈർപ്പമുള്ളതിനാൽ തൈകൾ വേഗത്തിൽ വേര് പിടിക്കുകയും വളർച്ച മികച്ചതാവുകയും ചെയ്യും. നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലത്ത് നട്ടാൽ രോഗസാധ്യതയും കുറയും. ശരിയായ പരിചരണം നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളും കായ്ഫലവും തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് തായ്വാൻ പിങ്ക് പേരയ്ക്ക. തായ് പിങ്ക് ഗുവയുടെ മറ്റൊരു പ്രത്യേകത പ്രൂണിംഗ് കൃത്യമായി ചെയ്താൽ വർഷത്തിൽ 2-3 തവണ വരെ വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്നതാണ്. ഈ തായ് പിങ്ക് പേര ഇതുപോലെ കായ്ക്കും. ഇത് ഏകദേശം ഒരു 1.5-2 വർഷമായൊരു പ്ലാന്റാണ്. ഇപ്പം തന്നെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 400 ഗ്രാം മുതൽ 800 ഗ്രാം വരെ ഇതിൻ്റെ ഫ്രൂട്ട് വരും. അതേപോലെ തന്നെ ഇതിപ്പം ചെറുമട്ടത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ പറ്റും, വീടുകളിലും വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വലിയ മേന്മ. അത്യാവശ്യം നന്നായിട്ട് ഫലം കിട്ടും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മധുരം, ഒരു ആവറേജ് ക്രിസ്പിയാണ്, ഒരു മീഡിയം മധുരം ഈ ഫ്രൂട്ടിന് ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല സ്വീറ്റ് ആയിട്ട് കിട്ടലുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മണ്ണിൻ്റെയും സോയിലിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് സ്വീറ്റ്നെസ്സിൽ വ്യത്യാസം വരാറുണ്ട്. അതേപോലെ മഴക്കാലത്ത് നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്. ട്രോപ്പിക്കൽ ബട്ടർ ഇതൊക്കെ സെലക്ട് ചെയ്യുക. മഴക്കാലത്ത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേര് പിടിക്കും, നന്നായിട്ട് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. രണ്ടാമത് നടാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഫലവിളകളിൽ ഒന്നാണ് ബട്ടർ ഫ്രൂട്ട്. മുമ്പ് മലയോര മേഖലയിൽ മാത്രമാണ് ഇത് കൂടുതലായി കൃഷി ചെയ്തിരുന്നതെങ്കിലും ഇന്ന് ഉഷ്ണമേഖലാ കാലാവസ്ഥക്ക് അനുയോജ്യമായ പുതിയ ഇനങ്ങൾ വന്നതോടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും വിജയകരമായി കൃഷി ചെയ്ത് മികച്ച വിള ലഭിക്കുന്നുണ്ട്. ആരോഗ്യകരമായ നല്ല കൊഴുപ്പ്, ഫൈബർ, പൊട്ടാഷ്യം, വൈറ്റമിൻ ഇ എന്നിവ ധാരാളം അടങ്ങിയതിനാൽ ലോകമെമ്പാടും സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന ഈ പഴത്തിന് വിപണിയിൽ മികച്ച ഡിമാൻഡും വിലയുമുണ്ട്. ശരിയായ ഇനം തിരഞ്ഞെടുത്ത് നല്ല പരിചരണം നൽകിയാൽ 3 മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കാനും തുടങ്ങും. ഒരു പ്രായപൂർത്തിയായ മരത്തിൽ നിന്ന് വർഷത്തിൽ 150 മുതൽ 300 കിലോ വരെ വിളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഫലവിളകളിൽ ഒന്നായി അവക്കാഡോ മാറിക്കൊണ്ടിരിക്കുകയാണ്. തൈ സെലക്ട് ചെയ്യുമ്പം ഏറ്റവും നല്ല തൈ നോക്കിയിട്ട് നല്ല തൈ സെലക്ട് ചെയ്യാം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മഴക്കാലം അവക്കാഡോ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളിൽ ഒന്നാണ്. ഈ സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുന്നതിനാൽ തൈയുടെ വേരുകൾ വേഗത്തിൽ പിടിക്കുകയും പുതിയ വളർച്ച നല്ല രീതിയിൽ ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവക്കാഡോയ്ക്ക് വെള്ളക്കെട്ട് തീരെ ഇഷ്ടമല്ല. അതിനാൽ നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് മാത്രമേ തൈ നടാവൂ. ശരിയായ സ്ഥലം തിരഞ്ഞെടുത്ത് ഈ മഴക്കാലത്ത് നട്ടാൽ തൈ വേഗത്തിൽ വളർന്ന് ഭാവിയിൽ മികച്ച ഉൽപ്പാദനത്തിന് കാരണമാവും. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. കേരളത്തിൽ 10 സെന്റിലും 20 സെന്റിലൊക്കെ കുറഞ്ഞ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയിൽ ഒന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് കുറഞ്ഞ സ്പേസ് മതി, വെള്ളം. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന് കെയറിങ് വളരെ കുറവാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രചാരം നേടിയ ഒരു ഹൈ വാല്യൂ ഫ്രൂട്ട് ക്രോപ്പാണ് ഡ്രാഗൺ ഫ്രൂട്ട്.
ഇപ്പോൾ മഴക്കാലമായതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് നടാനും നല്ല സമയമാണ്. ഈ സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമൊക്കെ ഉള്ളതിനാൽ കട്ടിങ്ങുകൾ വേഗത്തിൽ വേര് പിടിക്കുകയും ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. നല്ല ഡ്രെയിനേജുള്ള സ്ഥലമാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ ഏറ്റവും ബെസ്റ്റ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കാക്ടസ് വർഗത്തിൽപ്പെട്ട സസ്യമാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളമോ പരിപാലനമോ ആവശ്യമില്ല. ഒരിക്കൽ വേര് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നല്ല വിളവ് തരുന്ന ഒരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മറ്റു പല വിളകളെ അപേക്ഷിച്ച് വെള്ളം വളരെ കുറവായാലും വളരെ നല്ല രീതിയിൽ വളരാൻ കഴിയുന്ന ഒരു കാക്ടസ് വർഗ സസ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, രാത്രിയിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്യൂൻ ഓഫ് നൈറ്റ് എന്നും വിളിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഡ്രാഗൺ ഫ്രൂട്ട് ഒട്ടും പിന്നിലല്ല. ടേസ്റ്റ് കുറച്ച് കുറവാണെങ്കിലും ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയതിനാൽ ഇതിന് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്ങുകൾ നടാൻ പറ്റിയ നല്ല സമയമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഡ്രെയിനേജുള്ള സ്ഥലമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതായി പറയാനുള്ളത് റംബുട്ടാനെ പറ്റിയാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ നന്നായി ഇണങ്ങുന്ന മികച്ച സാധ്യതയുള്ള ഒരു എക്സോട്ടിക് ഫലവിളയാണ് റംബുട്ടാൻ. ഇപ്പോഴുള്ള സമയം റംബുട്ടാൻ തൈകൾ നടാനും അനുയോജ്യമായ സമയമാണ്. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ളതിനാൽ തൈകൾ വേഗത്തിൽ വേര് പിടിക്കും. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഡ്രെയിനേജുള്ള സ്ഥലമാണ് റംബുട്ടാനും വേണ്ടത്. മഴക്കാലത്ത് നടാൻ പറ്റിയ ഒരു തൈകളിലൊന്നാണ് ഇതൊക്കെ റംബുട്ടാൻ. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റാണ്, വേരൊക്കെ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പം ഈ സമയം, മഴക്കാലം. റംബുട്ടാൻ എന്ന പേരിൻ്റെ ഉത്ഭവം മലായി ഭാഷയിലെ റംബൂട്ട് എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മുടി എന്നാണ്. പഴത്തിൻ്റെ പുറത്ത് കാണുന്ന മൃദുവായ രോമങ്ങൾ കൊണ്ടാണ് ഈ പേര് വന്നത്. ഈ പ്രത്യേക രൂപം തന്നെയാണ് റംബുട്ടാനെ മറ്റെല്ലാ പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. റംബുട്ടാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മധുരവും ജ്യൂസിയുമായ പഴമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് റംബുട്ടാൻ. ശരിയായ പരിചരണം നൽകിയാൽ ഏകദേശം 4 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ നല്ല വിളവ് ലഭിച്ചു തുടങ്ങും. ഒരു പൂർണ്ണ വളർച്ച എത്തിയ മരത്തിൽ നിന്ന് ഓരോ സീസണിലും 100 കണക്കിന് പഴങ്ങൾ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം, ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ നേരത്തെ വിളവ് ലഭിക്കാനും മാതൃമരത്തിൻ്റെ ഗുണമേന്മ നിലനിർത്താനും കഴിയും. ദീർഘകാലം നല്ല വരുമാനം നൽകാൻ കഴിയുന്ന ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കാനാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഈ മഴക്കാലത്ത് റംബുട്ടാൻ തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. അടുത്തതായി 5ാമത്തെ വെറൈറ്റി മാംഗോസിനെ പറ്റിയാണ്. ഫലങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഈ എക്സോട്ടിക് പഴം രുചിയിലും വിപണി വിലയിലും വളരെ മുന്നിലാണ്. കേരളത്തിൽ മഴക്കാലം മാംഗോസ്റ്റിൻ തൈകൾ നടാൻ പറ്റിയ വളരെ നല്ല സമയമാണ്. മണ്ണിൽ ഇപ്പോൾ തൈകൾ വേഗത്തിൽ വേര് പിടിക്കും. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്ത ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് മാംഗോസ്റ്റിനും വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, മാംഗോസ്റ്റിൻ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഫലവൃക്ഷമല്ല. സാധാരണയായി ലഭിക്കുന്ന വിത്ത് തൈകൾക്ക് നല്ല രീതിയിൽ കായ്ക്കാൻ ഏകദേശം 7 മുതൽ 10 വർഷം വരെ സമയമെടുക്കാം. അതുകൊണ്ട് ഈ ചെടി നടുമ്പോൾ കുറച്ച് ക്ഷമ ആവശ്യമാണ്. മാംഗോസ്റ്റിൻ ഒരു ദീർഘകാല നിക്ഷേപമായി കണക്കാക്കുന്ന ഫലവൃക്ഷമാണ്. അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പാകമായ മാംഗോസ്റ്റിൻ്റെ പുറന്തോട് നല്ല കടും വയലറ്റ് നിറവും ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള മധുരവും സുഗന്ധവുമുള്ള കാമ്പുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഈ പഴത്തിന് നല്ല ആവശ്യക്കാരുണ്ട്. ഒരിക്കൽ നന്നായി വളർന്നാൽ വർഷങ്ങളോളം മികച്ച വിളവ് നൽകുന്ന ഒരു ഫലവൃക്ഷമാണ് മാംഗോസ്റ്റിൻ. അതുകൊണ്ട് ഭാവിയിൽ ഉയർന്ന മൂല്യമുള്ള ഫലവിള പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മഴക്കാലം മാംഗോസ്റ്റിൻ നടാൻ പറ്റിയ മികച്ച സമയമാണ്.